my beautiful souls, welcome back to my channel, and I'm so happy and excited to be here with another tarot reading. And I hope all my friends are safe and doing awesome today. സോ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്കുള്ള ഏഞ്ചൽസ് മെസ്സേജ് ആണ്. നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ മീനിങ് എന്താണ് ഏഞ്ചൽസ് നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മളിന്ന് ടാരോറ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഈ നമ്പേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഏത് നമ്പറാണോ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്നത് ആ നമ്പറുള്ള കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ അതിൽ നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ ഉണ്ടാവും, അതുപോലെ നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ് ഉണ്ടാവും. എന്താണ് ഏഞ്ചൽസ് നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഏഞ്ചൽസ് നിങ്ങളടുത്ത് പറയുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. സോ നിങ്ങൾ ഏത് ഏഞ്ചൽ നമ്പറാണോ കാണുന്നത് ആ കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യാം. Alright, let's start with card number 1. Why are you seeing this repeated number, and what is the meaning of this angel number? What is angel is trying to communicate to you? What is your current situation? What is angel is trying to communicate to you? 111, 444, 777 and 1010. What is angel is trying to communicate to you? What is angel is trying to communicate to you? Angel message for you. 111, 444, 777 and 1010. Angel message for you. Why you are seeing this repeated number? What is your current situation? Angel number 111, 444, 777 and 1010. Help me with the right card. Help me with the right card. 444, 777 and 1010. What angel number it is? Triple 444, 777 and 1010. നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ ആ ഒരു ഏഞ്ചൽ മെസ്സേജ് എന്താണ്? ഏഞ്ചൽസ് നിങ്ങളടുത്ത് പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. സോ നിങ്ങൾ മേ ബി എന്തെങ്കിലും കാര്യത്തിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, കോൺവെർസേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് ഓഫർ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള സക്സസ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട്, ജോലിക്ക് വേണ്ടിയിട്ട്, എസ്പെഷ്യലി ഫിനാൻസ്, ഓക്കെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, ഫിനാൻസ്, ലവ്, നിങ്ങൾ ഹേർട്ടായിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും, റീസെൻറ്റ് ബ്രേക്കപ്സ് ഉണ്ടായിട്ടുണ്ടാവും, വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു സംസാരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എഫേർട്ട് എടുത്ത ഒരു കാര്യത്തിന് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും, ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യത്തിനുള്ള റിസൾട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനായിട്ട് അറ്റാച്ച്ഡ് ആണ്. നിങ്ങളുടെ ആ ഒരു മനസ്സിലെ ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ കാര്യത്തിന് നിങ്ങൾ കുറച്ച് അറ്റാച്ച്ഡ് ആണ്, നിങ്ങൾ കുറച്ച് ഹേർട്ടാണ്, എസ്പെഷ്യലി അബൌട്ട് ലവ്, കുറച്ച് ഹേർട്ടായിട്ടുള്ള സിറ്റുവേഷൻ ആവും, റീസെൻറ്റ് ബ്രേക്കപ്സ് ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ മേ ബി നിങ്ങൾ ആ ഒരു റൈറ്റ് പാർട്ട്ണറെ, അല്ലെങ്കിൽ കല്യാണം നോക്കുന്ന സമയമായിരിക്കും, ആ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറെ നിങ്ങൾ നോക്കുന്ന സമയമായിരിക്കാം, ജോബ് ഓഫർ നോക്കുന്ന സമയമായിരിക്കാം, ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ആരുടെയെങ്കിലും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള സമയമായിരിക്കാം, അല്ലെ. നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റാത്തൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, മൂവ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. വെയിറ്റിംഗ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ജോബ് ഓഫറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ട്, റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഏഞ്ചൽസിന് നിങ്ങളടുത്ത് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ നമ്പേഴ്സ് കാണുന്നതിൻ്റെ മീനിങ്, അല്ലെങ്കിൽ ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ ഒരു വെയിറ്റിംഗ് ഓവറാണ്. നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം എൻഡ് ആവാൻ പോവുക എന്നുള്ളതാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്, ഓക്കെ. ആ ഒരു വെയിറ്റിംഗ് എൻഡ് ആവാൻ പോവാണ്. സ്റ്റേ സ്ട്രോങ് ആയിട്ട് ഇരിക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത്. കാരണം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ ഒരു ഫിനാൻഷ്യൽ സക്സസ്, അല്ലെങ്കിൽ
നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോബ് ഓഫർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ കുറച്ച് സ്ലോ ആണ്. ആ ഒരു പെർമനൻറ്റ് സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്, ആ ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു കാര്യത്തിന്. പേഷ്യൻ്റ് ആയിട്ടിരിക്കാനാണ് പറയുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്ത് ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ ഒരു പെർമനൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ലോങ് ടേം പെർമനൻറ്റ് ജോലി അല്ലെങ്കിൽ ലോങ് ടേം ജോലിയൊക്കെ ആയിരിക്കാം നിങ്ങൾ കുറച്ച് കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു വെയിറ്റിംഗ് ഓവർ ചെയ്യാൻ പോവാണ്, എൻഡ് ആവാൻ പോവാണ്. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്താണോ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്നത് അത് എൻഡ് ആവാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. കുറച്ച് സ്ലോ ആണ്, നിങ്ങൾ പേഷ്യൻ്റ് ആയിട്ടിരിക്കണം. ആ ഒരു റൈറ്റ് ടൈമിൽ നിങ്ങളുടെ അടുത്ത് വരും എന്നുള്ളതാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് വിടുക. ഇമോഷണലി നിങ്ങൾ ഒരുപാട് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു കാര്യത്തിൽ. ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ ഇമോഷണലി നിങ്ങൾ ഒരുപാട് അറ്റാച്ച്ഡ് ആണ്. സോ ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കുറയ്ക്കുക. അത് നഷ്ടപ്പെട്ടു പോയതിനെ പറ്റിയിട്ട് ആലോചിച്ച് വിഷമിക്കാതിരിക്കുക. കാരണം ഏഞ്ചൽസ് നിങ്ങൾക്ക് വേറെ കാര്യങ്ങളായിട്ട് ബ്ലെസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളടുത്ത് അത് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ ഈ വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വരുന്ന ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾ കാണുന്നില്ല. ഏഞ്ചൽസ് നിങ്ങളടുത്ത് പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ബ്ലെസ്സിങ്സ് നിങ്ങളടുത്ത് ഉണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കണമെന്നാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നില്ല. കാരണം നിങ്ങൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. നഷ്ടപ്പെട്ടതിനെ പറ്റിയിട്ട് ആലോചിച്ച് ഓർത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾ ആ ഒരു ബ്ലെസ്സിങ്സ് കാണുന്നില്ല. സോ അതാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങളിപ്പം ഒരു റിലേഷൻഷിപ്പിനൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങൾ ആ ഒരു ആ ഒരു വിവാഹത്തിലേക്കുള്ള സമയമാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഒരു റൈറ്റ് പാർട്ട്ണറെ കണ്ടുപിടിക്കും. നിങ്ങൾ ആ ഒരു വിവാഹത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലീഗൽ കമ്മിറ്റ്മെൻറ്റിലേക്ക്. ഓക്കെ, പ്രഗ്നൻ്റ് ആവാൻ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു ഭാഗ്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ്. പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വിവാഹം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. അതിനൊക്കെ നിങ്ങൾ പേഷ്യൻ്റ് ആയിട്ടിരിക്കണം. കാരണം ഇതൊരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ലോങ് ടേം സ്റ്റെബിലിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്, ലോങ് ടേം റിലേഷൻഷിപ്പാണ്, കമ്മിറ്റ്മെൻ്റ് ആണ്, ഒരു പെർമനൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വരുന്നത്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി, ആ ഒരു ലവ് റിലേഷൻഷിപ്പ്, വിവാഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ജോബ് ഓഫർ എല്ലാം വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങളുടെ ആ ഒരു വെയിറ്റിംഗ് എൻഡ് ആവാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഉള്ള ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരികയാണ്. ആ പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടതിനെ പറ്റിയിട്ട് ഓർത്ത് വിഷമിക്കരുത്. ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട്, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്, ആ ഒരു ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഏഞ്ചൽസ് നിങ്ങളടുത്ത് പറയാൻ ശ്രമിക്കുന്ന കാര്യം. സോ അതൊക്കെയാണ് 111, 444, 777 and 1010 നിങ്ങൾക്കുള്ള മെസ്സേജ്. So let's move to the next card. Card number 2, 222, 555, 888, 1111 or 1111. എന്താണ് ഈ ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ മീനിങ്? എന്തിനാണ് നിങ്ങൾ ഈ ഏഞ്ചൽസ് നമ്പേഴ്സ് കാണുന്നത്? എന്താണ് ഏഞ്ചൽസ് നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? എന്താണ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ? വാട്ട് ഈസ് ഏഞ്ചൽ ഇസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു? വാട്ട് മെസ്സേജ് ഏഞ്ചൽ വാണ്ട്സ് ടു ടെൽ ടു യു? What message angel want to tell to you? What kind of message? What kind of situation you are going through? എന്താണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്? ഏഞ്ചൽ മെസ്സേജ് ഫോർ യു. 222, 555, 888, 1111. ഏഞ്ചൽ മെസ്സേജ് ഫോർ യു. Triple 2, 555, 888, 1111. What angel is trying to communicate you? 222, 555, 888, 1111. എന്താണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്? എന്ത് മെസ്സേജാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് തരാനുള്ളത്? Tarot, help me with the right card. Tarot, show me the right card.
keeps saying this number. So 222 555 888 1111. സോ എഗെയിൻ നിങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്, പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന സിറ്റുവേഷൻ, ഉറക്കമില്ലാത്ത സിറ്റുവേഷൻ, രാത്രി ഒരുപാട് ആലോചിച്ച് കൂട്ടുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം അല്ലേ. സോ നിങ്ങൾ ഒരുപാട് ബോധർ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്യാൻ പോവുകയാണെന്നുള്ളതാണ് ഏഞ്ചൽസ് നിങ്ങളടുത്ത് പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, ആ ഒരു വെയിറ്റിംഗ്, അതെല്ലാം എൻഡ് ചെയ്യാൻ പോവാന്നുള്ളതാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. ഓക്കെ, സോ നിങ്ങൾ ഇനി ഒരുപാട് വിഷമിക്കേണ്ടി വരില്ല. ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആവാൻ പോവാണ്. അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കുന്ന ആ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനിൽ ഏഞ്ചൽസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവസാനിപ്പിക്കാൻ പോവുകയാണെന്നുള്ളതാണ് ഏഞ്ചൽസ് നിങ്ങളടുത്ത് പറയുന്നത്. സോ ആ ഒരു വെയിറ്റ് നിങ്ങൾക്ക് ഓവറാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് ഓപ്ഷൻസ് വരാൻ പോവുകയാണെന്നുള്ളതാണ്. സോ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ എൻഡ് ചെയ്യാൻ പോവാന്നുള്ളതാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ മേ ബി നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെ. നിങ്ങളങ്ങനെ വെയിറ്റ് ചെയ്യുമ്പം ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയുന്നത് നിങ്ങൾ വരുന്ന ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾ കാണുന്നില്ല. സോ അതാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. സോ നിങ്ങളുടെ വേൾഡ് ചെറുതാക്കുന്നുണ്ടോ അല്ലെ. നിങ്ങളൊരു കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരാളിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ജോലിയിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു വേൾഡ് നിങ്ങൾ ചെറുതാക്കിയാണ് കാണുന്നത്. ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങൾ കുറച്ചുകൂടെ ഓപ്പൺ ആവണം. കാരണം കുറച്ചുകൂടെ ഓപ്പൺ ആവണം. കാരണം നിങ്ങൾക്ക് ഒരുപാട് അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കുറച്ച് ബ്ലെസ്സിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന വ്യക്തികൾ, ജോബ് ഓഫർ അല്ലെങ്കിൽ ജോബ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. സോ നിങ്ങൾ കുറച്ചുകൂടെ ഓപ്പൺ ആവണം എന്നാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് വരുന്ന മറ്റുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾ കാണുന്നില്ല. കാരണം നിങ്ങൾ ഒരു കാര്യത്തിൽ സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. അത് റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങളുടെ ലൈഫ് മാറ്റാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറ്റാനുള്ള ആ ഒരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ ഓപ്പൺ ആവണം എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ഡിസേർവ് ചെയ്യുന്നുള്ളൂ എന്നൊക്കെ ഒരു വിശ്വാസം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. സോ ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങൾ ആ ഒരു വിശ്വാസം, ആ ഒരു സിസ്റ്റം ഒക്കെ നിങ്ങൾ മാറ്റണം എന്നാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. കാരണം നിങ്ങൾ കുറച്ചുകൂടെ ഡിസേർവ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ്. അപ്പം ഒന്നിലും മാത്രം ഫോക്കസ്ഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു വിക്ടറി നിങ്ങൾ ശ്രമിക്കുന്ന ആ ഒരു കാര്യത്തിലുള്ള ഒരു വിക്ടറി, ഈവൻ ലീഗലായിട്ടുള്ള കേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ ആ ഒരു വിക്ടറി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഏഞ്ചൽസിന് പറയാനുള്ളത്. നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുള്ള ആ ഒരു കാര്യത്തിന് ആ ഒരു വിജയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെന്നാണ്, അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടെന്നാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിച്ചിട്ടുള്ള ആ ഒരു കാര്യം വിജയത്തിലേക്ക് എത്തുകയാണ് എന്നാണ് ഏഞ്ചൽസിന് പറയാനുള്ള മറ്റൊരു മെസ്സേജ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം ആ ഒരു വിക്ടറിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്ന കാര്യങ്ങൾ വിജയത്തിൽ എത്താൻ പോവുകയാണ് അല്ലെങ്കിൽ വിജയത്തിലേക്ക് എത്തുകയാണ് എന്നാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയുന്നത്. സോ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക്, ആ ഒരു വിജയം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണെന്നുള്ളതാണ് ഏഞ്ചൽസിന് പറയാനുള്ളത്. സോ നിങ്ങൾ ശ്രമിക്കുന്ന ആ ഒരു കാര്യം ആ ഒരു വിജയത്തിലേക്ക് എത്തും. അതുപോലെ തന്നെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു ഓഫർ, ജോബ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, ആ ഒരു ഓഫർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. സോ അതുപോലെ തന്നെ നിങ്ങളുടെ സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അത്ര ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തോന്നിയിട്ടുള്ള ആള്, അല്ലെങ്കിൽ അങ്ങനത്തെ ആളെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോവാണ്, നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സ്ട്രോങ് ഫീലിംഗ് തോന്നുന്ന ഒരു വ്യക്തിനെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോവാണ്. ന്യൂ
പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ള മറ്റൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു സോൾ കണക്ഷൻ തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോവാണ് എന്നുള്ളതാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ നിങ്ങളൊരു വിക്ടറി, ഓക്കെ, നിങ്ങൾ ശ്രമിക്കുന്ന ആ ഒരു കാര്യത്തിലുള്ള വിക്ടറിയാണ്, ആ ഒരു സക്സസ്. ആളുകൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ പോവാണ്, ആളുകൾ നിങ്ങൾ സക്സസ് ആയിട്ട് കാണാൻ പോവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ചേഞ്ച്, ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെന്നുള്ളതാണ്. ആ ഒരു വിക്ടറി, നിങ്ങൾ ശ്രമിക്കുന്ന കാര്യത്തിനുള്ള ഒരു വിക്ടറി, നിങ്ങളുടെ ലൈഫിലേക്ക് വരിക എന്നുള്ളതാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. സോ ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ സിറ്റുവേഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് ഡീപ്പായിട്ട് ഓവറായിട്ട് ചിന്തിച്ച് ഓവറായിട്ട് വിഷമിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്തിട്ട് നിങ്ങൾ ഒരുപാട് ഹേർട്ട് ആവുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്, ആ ഒരു സിറ്റുവേഷൻ ഏഞ്ചൽസ് എൻഡ് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എൻഡ് ആവാൻ പോവാണ്. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയാത്ത സിറ്റുവേഷൻ ആയിരിക്കും. ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്, ആ ഒരു ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഓവർ ആവാൻ പോവാണെന്നുള്ളതാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു ഓഫർ, ആ ഒരു വിക്ടറി, സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവാണെന്നുള്ളതാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. നിങ്ങൾക്ക് ഡിസേർവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വിക്ടറിയാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. നിങ്ങൾ ശ്രമിക്കുന്ന കാര്യത്തിന്, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യത്തിലുള്ള ഒരു വിക്ടറി, ജോബ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ആ ഒരു വിക്ടറി, ആ ഒരു സക്സസിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുകയാണെന്നുള്ളതാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ സോൾമേറ്റ്സിനെ മീറ്റ് ചെയ്യാൻ പോവാണ്, നിങ്ങൾക്ക് അത്ര സോൾ കണക്ഷൻ തോന്നുന്ന ആളെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഏഞ്ചൽസ് നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതാണ്, നിങ്ങളുടെ ആ ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ആ ഒരു കൺഫർമേഷൻ ആണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അതൊക്കെയാണ് 222588881111. നിങ്ങൾ ഈ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ മീനിങ് ഇതൊക്കെയാണ്. സോ നിങ്ങളുടെ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ എൻഡ് ആവാൻ പോവാണ്. ആ ഒരു വിക്ടറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. വിക്ടറി, ആൾക്കാരെ സക്സസ്ഫുൾ ആയിട്ട് കാണാൻ പോവാണ്. നിങ്ങളുടെ ലൈഫ് എൻറ്റയർലി ഫിനാൻഷ്യലി, കരിയർ വൈസ് ആയാലും ഫിനാൻഷ്യലി ആയാലും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സ്നേഹം എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക്, ആ ഒരു വിക്ടറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ആ ഒരു കൺഫർമേഷൻ ആണ് ഏഞ്ചൽസ് നിങ്ങളെടുത്ത് പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ സോൾമേറ്റ്, അല്ലെങ്കിൽ അങ്ങനെ സോൾ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ നിങ്ങൾ കാണാണ്, അല്ലെങ്കിൽ ഓൾറെഡി കണ്ടത് നിങ്ങൾക്ക് തരുന്ന ഒരു കൺഫർമേഷൻ ആണ്, ഈ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ സോൾമേറ്റ് എന്നുള്ളത്. സോ അതൊക്കെയാണ് 222555881111 നിങ്ങൾക്കുള്ള മെസ്സേജ്. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് കാർഡ്. 33366991212. The angel message for you. Why you are seeing these numbers? 33366991212. Your angel message. What is your angel is trying to communicate you? 33366991212. What is angel is trying to communicate you? What kind of message angel want to tell you? What is your current situation? Tell it, help me, God. 33366991212. The meaning of angel number. Why you are keep saying this number? What is the meaning of this angel number? Why are we keep saying this number? With the right card. With the right card now. Open the right card.
നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയില്ല. മേ ബി എസ്പെഷ്യലി റിലേഷൻഷിപ്പ്. ഓക്കെ, ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു സ്റ്റക്കായിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അൺഹാപ്പി ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ വരാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നിങ്ങൾക്ക് എങ്ങനെ മൂവ് ചെയ്യണം എന്നറിയില്ല, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ പുറത്തേക്ക് നിങ്ങൾക്ക് വരണം എന്നറിയില്ല. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുള്ള, ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള സിറ്റുവേഷൻ ആണ്. യു ആക്ച്വലി ടയേർഡ് വിത്ത് സിറ്റുവേഷൻ. നിങ്ങളെ ഒത്തിരി ടയേർഡാണ് ഈ ഒരു സിറ്റുവേഷനിൽ, സ്കേഡാണ്, പേടിയാണ്, എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു നിങ്ങളുടെ ആ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓവർ തിങ്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും, ആരെങ്കിലും കുറിച്ചിട്ട് ഓർത്ത് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ സ്റ്റക്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ അൺഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു കാര്യങ്ങളൊന്നും വരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ആ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. അൺഹാപ്പി ആയിട്ട് നിങ്ങൾ ഒരുപാട് ടയേർഡായി, നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടാത്ത, നിങ്ങൾ ആക്ച്വലി എന്താണ് ഇനി നെക്സ്റ്റ് എന്താണെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായിരുന്നു ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഏഞ്ചൽസിന് നിങ്ങളടുത്ത് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ 2 കാർഡ്സും റിവേഴ്സ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഏഞ്ചൽസിന് നിങ്ങളുടെ അടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾക്ക് ആ ഒരു ഏഞ്ചൽ സപ്പോർട്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ്. നിങ്ങൾ അങ്ങനെ സ്റ്റക്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, എൻഡ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഓവർ ആവുകയാണെന്നുള്ളതാണ് ഏഞ്ചൽസിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. കാരണം നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യമായിരിക്കും. അതിൽ നിങ്ങൾക്ക് ആ ഒരു ഏഞ്ചൽ സപ്പോർട്ട്, അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏഞ്ചൽസിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തിയുമായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു അഡിക്ഷൻ, അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ലാത്ത സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും സന്തോഷമില്ലാത്ത സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ വരാത്തൊരു സിറ്റുവേഷനിൽ, ഈവൻ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഗെറ്റ് ഓവർ ആവാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ സപ്പോർട്ട് ഏഞ്ചൽസിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാനാണ് ഏഞ്ചൽസ് നിങ്ങളടുത്ത് പറയുന്നത്. കാരണം നിങ്ങൾ ചിലപ്പം ചില ആൾക്കാരെ, നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തികൾ മേ ബി വേറെ ഫാമിലിയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ വേറെ കല്യാണം കഴിച്ചിട്ട് പോയിട്ടുണ്ടാവും. അത് നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴും നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് സ്റ്റക്ക് ആയിട്ടുണ്ടാവും. ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. ഈ സിറ്റുവേഷൻ എങ്ങനെ മൂവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. സോ ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാനാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. ഈ സിറ്റുവേഷൻ ഓവർ ആവുകയാണ്. ഓക്കെ, സോ ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർ ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളിനി ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങളിനി അധികം പോകേണ്ടി വരില്ല. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു സ്നേഹം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ സോൾമേറ്റ്, നിങ്ങൾക്ക് ആ ഒരു സോൾ കണക്ഷൻ തോന്നുന്ന ആ ഒരു വ്യക്തി, ആ ഒരു ഇതൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു പാഷൻ, അല്ലെങ്കിൽ ആ ഒരു കെമിസ്ട്രി ഒക്കെ തോന്നുന്ന ആ ഒരു വ്യക്തി, നിങ്ങൾക്ക് ആ ഒരു ഡീപ്പ് ലവ്, സോൾ കണക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സോൾമേറ്റ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു സ്നേഹം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ആ ഒരു സ്നേഹം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. സോ നിങ്ങൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളിപ്പം മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ മാറിയിട്ട് നിങ്ങളൊരു ന്യൂ ബിഗിനിങ് ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മേറ്റ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ടൈമിലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഈ സിറ്റുവേഷനൊക്കെ നിങ്ങളിപ്പം ഓവർ ചെയ്യാൻ പോവുകയാണ്. ഓവറായി നിങ്ങളുടെ ഒരു ന്യൂ ബിഗിനിങ് ഓക്കെ, ന്യൂ സ്റ്റാർട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ആയിട്ട് നിങ്ങളുടെ ആ ഒരു പുതിയ ചേഞ്ച്, ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു എന്താ പറയുക, ആ ഒരു ന്യൂ വേർഷൻ ഓഫ് യു
ഓക്കെ, നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. കാരണം ഈ സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് എൻഡ് ആവാൻ പോവാണ്. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന എല്ലാവും ബ്ലെസ്സിങ്സ്, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് പാർട്ട്ണറൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് എന്നുള്ളതാണ്. ആ ഒരു സന്തോഷം, ഹാപ്പിനെസ് എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരിക എന്നുള്ളതാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഏഞ്ചൽസിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് എന്നാണ് ഏഞ്ചൽസ് നിങ്ങളടുത്ത് പറയാൻ ശ്രമിക്കുന്നത്. സോ അതൊക്കെയാണ് 333, 666, 999, 1212 നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ്. സോ ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അഡിക്ഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പ്, നമുക്ക് ആ ഒരു സിറ്റുവേഷന് നിങ്ങൾ എൻഡ് ആവാൻ പോവാണ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളൊരു സിറ്റുവേഷനിൽ പോയത്. സോ ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരിക എന്നുള്ളതാണ് ഏഞ്ചൽസിന് നിങ്ങളടുത്ത് പറയാനുള്ളത്. ഈ റീഡിങ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ്